ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. വയശ്റബു ശർബ, മനുഷ്യൻ ഒരു നേരം ഒരു വെള്ളമോ പാനീയമോ കുടിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നതും അല്ലാഹുവിന് ഇഷ്ടമാണ്. എത്ര നേരമാണ് നമ്മളതൊക്കെ മറന്നു പോവാറുള്ളത്? ഓരോ ശ്വാസത്തിനും നമ്മൾ അൽഹംദുലില്ലാ പറയേണ്ടവരല്ലേ? فليس الذي بيني وبينك عامر وبيني وبين العالمين خراب إذا صح منك الود فالكل هين وكل الذي فوق التراب تراب فليت الذي بيني وبينك عامر وبيني وبين العالمين خراب. പടച്ചവനെ, അല്ലാഹുവേ, ഞാനും നീയും തമ്മിലുള്ള ബന്ധം ഞാനും ജനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെ പോലെയല്ല. ഞാനും നീയും തമ്മിലുള്ള ബന്ധമെന്ന് രൂഢമൂലമാവുകയും ആ സ്നേഹബന്ധം ഉറച്ചു പോവുകയും ജനങ്ങളെല്ലാവരും എന്നെ വെറുക്കുകയോ ആട്ടിപ്പറഞ്ഞേക്കുകയോ ചെയ്താൽ പോലും അല്ലാഹുവേ, നിന്റെ ചാരത്ത് നിന്ന് നീ എന്നെ തട്ടിമാറ്റാത്തിടത്തോളം കാലം ഞാൻ ഭാഗ്യവാൻ തന്നെയല്ലയോ റബ്ബേ. ഇദാ സ്വഹ മിൻകൽ വുദ്ദു വകുല്ലു അല്ലദീ ഫൗഖ തുറാബി തുറാബു. പടച്ചവനെ, നിന്റെ സ്നേഹം നീ എനിക്ക് നൽകിയിട്ടുണ്ടെന്ന് എനിക്ക് ബോധിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ മണ്ണായ മണ്ണും ആ മണ്ണിലുള്ള സർവ്വതും മണ്ണു തന്നെയല്ലയോ റബ്ബേ. എനിക്ക് വേണ്ട നിന്റെ സാമീപ്യം മതി എന്ന് മനുഷ്യൻ കൊതിച്ചു പോകേണ്ടതാണ്. ഈ ലോകത്തെ ബന്ധങ്ങളിൽ, സ്നേഹബന്ധങ്ങളിൽ, അനുരാഗങ്ങളിൽ, പ്രേമങ്ങളിൽ ഏറ്റവും വലുത് സൃഷ്ടാവിനോട് സൃഷ്ടിക്കു തോന്നുന്ന പ്രേമമാണ്. സൃഷ്ടാവിനോട് സൃഷ്ടിക്കു തോന്നുന്ന സ്നേഹമാണ്. ആ സ്നേഹം കണ്ടുകൊണ്ടാണ് ലോകത്തോട് വിട പറയാൻ നേരത്തെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിറങ്ങുകയും ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ പനി പിടിച്ചുകൊണ്ട് ഹബീബായ നബി തങ്ങൾ തലവെച്ച് കിടക്കുമ്പോൾ ഹബീബ് ലോകത്തോട് വിട പറയുന്ന ആ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചുവല്ലോ, നബിയേ, അള്ളാഹു ചോദിക്കുന്നുണ്ട്, അങ്ങയുടെ പനിയൊക്കെ മാറുകയും അങ്ങയുടെ അസുഖം മാറുകയും അങ്ങേക്ക് പൂർണ്ണ ആരോഗ്യം അള്ളാഹു നൽകുകയും ചെയ്ത് മരണം വരെ, ഖിയാമത്ത് നാൾ വരെ മരണമില്ലാതെ ദീർഘമായ ആയുസ്സോടുകൂടെ ഒരുപാട് കാലം അധികാരവും അധികാരത്തിൻ്റെ ചെങ്കോലും കയ്യിലേന്തിയിട്ട് അള്ളാഹുവിന് വേണമെങ്കിൽ അങ്ങയെ ജീവിച്ചു നിർത്താൻ റബ്ബിന് കഴിയും. വേണോ നബിയേ? അതല്ല, അള്ളാഹുവിലേക്ക് തിരിച്ചു പോരേണമോ? എന്താണ് അങ്ങേക്ക് വേണ്ടത്? അങ്ങയുടെ ഇഷ്ടം പറഞ്ഞോളൂ, അതുപോലെ ചെയ്തു തരാമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം. മാ മിൻ നബിയ്യിൻ ഇല്ലാ വഖുയ്യിർ. ഏത് പ്രവാചകരും ലോകത്തോട് വഫാത്താകാൻ പോകുമ്പോൾ ആ പ്രവാചകന്മാർക്ക് അല്ലാഹു ചോയ്സ് കൊടുക്കാറുണ്ട്, ഇത് വേണോ അത് വേണോ എന്ന്. പുണ്യ നബിയോട് ചോദിച്ചു, നബിയേ, മരണമില്ലാത്തൊരു ജീവിതം അങ്ങേക്ക് വേണമോ, അതല്ല മരണപ്പെട്ടുകൊണ്ട് അല്ലാഹുവിലേക്ക് പോരേണമോ എന്ന് ചോദിച്ചപ്പോൾ ലോകത്തിൻ്റെ ഗുരു ഹബീബായ നബി തങ്ങൾ പറഞ്ഞ മറുപടി ഇതാണ്, ബലിർ റഫീഖൽ അലാ ബലിർ റഫീഖൽ അലാ ബലിർ റഫീഖൽ അലാ. ഉന്നതങ്ങളിൽ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന എൻ്റെ കൂട്ടുകാരനായ, എൻ്റെ മഹ്ബൂബായ എൻ്റെ അല്ലാഹുവിലേക്ക് ഞാൻ വരികയാണ്. എനിക്കിവിടം മതി. ഉന്നതങ്ങളിൽ അത്യുന്നതങ്ങളിൽ കിടക്കുന്ന എൻ്റെ റഫീഖായ, എൻ്റെ കൂട്ടുകാരനായ, എൻ്റെ മഹ്ബൂബായ അല്ലാഹു മതി, അല്ലാഹു മതി. ബലിർ റഫീഖൽ അലാ. നമുക്ക് പറയേണ്ടത്, മരണസമയത്ത് പറയേണ്ട വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കുന്നവർ സ്വർഗ്ഗത്തിലേക്കാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി തങ്ങൾ അവസാനം പറഞ്ഞത്
ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനത്തിനപ്പുറം നബി തങ്ങൾ അല്ലാഹുവിനോട് കാണിച്ച സ്നേഹത്തിൻ്റെ ആ അതിമനോഹരമായ സ്നേഹബന്ധത്തിൻ്റെ ആത്മീയ ഉത്കർഷം ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് ബലിർ റഫീഖൽ അലാ. കാരണം ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് പഠിപ്പിക്കാൻ വന്ന റസൂലാണ് ഈ റസൂല്. അവിടെ നിന്നല്ലേ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹി എന്താണെന്ന്, ഷഹാദത്ത് എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ചത് ഈ റസൂലാണ്. അതുകൊണ്ട് ഹബീബാ നബി തങ്ങൾ ഇനി പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നല്ല, അതിൽ നബി തങ്ങൾ അതിൽ അടിയുറച്ചു നിൽക്കുന്നവർ തന്നെയാണ്. അവിടെ നിന്നല്ലയോ അല്ലാഹുവിൻ്റെ അമീനും സ്വാദിഖും മസ്ദൂഖുമായ റസൂൽ അവിടുന്ന് പറഞ്ഞ വാക്കെന്താണ്? ബലിർ റഫീഖൽ അലാ. എൻ്റെ മഹ്ബൂബായ, എൻ്റെ ഇഷ്ടദാസന, എൻ്റെ ഇഷ്ടതോഴനായ, ഞാൻ ഖൽബ് കൊണ്ട് ഏറ്റവും അധികം സ്നേഹിക്കുന്ന എൻ്റെ മഹ്ബൂബായ എൻ്റെ റബ്ബിനെ മതി ജിബ്രീലേ, ഞാൻ റബ്ബിലേക്ക് വരാം, ഞാൻ മരിച്ചു പോരാം, എനിക്കത് പ്രശ്നമല്ല എന്ന് ജിബ്രീലു അലൈഹിസ്സലാമിനോട് ബലിർ റഫീഖൽ അലാ എന്ന് പറയുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ടിരിക്കുകയാണ്. അതിസുന്ദരിയായ യുവതിയായ ചെറുപ്പക്കാരിയായ ഹബീബിനെ അത്രമേൽ സ്നേഹിക്കുകയും ഹബീബ് അത്രമേൽ ഇങ്ങോട്ട് സ്നേഹിക്കുകയും ചെയ്ത ചെറുപ്പക്കാരിയായ ഒരു ഭാര്യയുടെ കൂടെ ഇനിയും ഏതാനും കൊല്ലങ്ങൾ കൂടെ താമസിക്കണമെന്ന് നബി തങ്ങൾക്ക് പറയാമായിരുന്നില്ലേ? പക്ഷേ حبب إلي الطيب والنساء وجعلت قرة عيني في الصلاة. എനിക്ക് സുഗന്ധം ഇഷ്ടമാണ്, എനിക്കെൻ്റെ ഭാര്യമാരെ ഇഷ്ടമാണ്. എന്നാൽ ഈ സുഗന്ധത്തെക്കാളും എൻ്റെ ഭാര്യമാരെക്കാളും എൻ്റെ കണ്ണിൻ്റെ കുളിർമ എന്ന് പറയുന്നത് എൻ്റെ റബ്ബിനോട് ഞാൻ സംസാരിക്കുന്ന എൻ്റെ നിസ്കാരമാണ്. എൻ്റെ നിസ്കാരമാണ് എൻ്റെ കൺകുളിർമ. എൻ്റെ നിസ്കാരം എന്നത് എൻ്റെ ഏറ്റവും വലിയ ആനന്ദമാണ്. ആ ആനന്ദത്തോളം എത്തില്ല സുഗന്ധവും എൻ്റെ ഭാര്യയും. നോക്കണം, അതിനേക്കാളുമൊക്കെ ഏറ്റവും ആനന്ദദായകം സൃഷ്ടാവിനോടൊരു സൃഷ്ടിക്ക് തോന്നുന്ന വിധേയത്വമാണെന്ന് ലോകത്തെ പഠിപ്പിച്ച റസൂലാണ് നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കങ്ങനെ തോന്നാറുണ്ടോ? നമുക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ? അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു നമ്മുടെ ഒരു മഹ്ബൂബാണ്, അങ്ങനെ നമുക്ക് തോന്നിയിട്ടുണ്ടോ? അള്ളാഹു നമ്മുടെ മഹ്ബൂബാണ്, എനിക്കിഷ്ടപ്പെട്ട ആൾ എൻ്റെ റബ്ബാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞാൽ എൻ്റെ ദീനാണ്, പിന്നെ എൻ്റെ ഉമ്മയാണ്, എൻ്റെ ഉപ്പയാണ്. ഈ ഒരു ഹയറാർക്കി സ്നേഹത്തിൻ്റെ വിഷയത്തിൽ, നമ്മുടെ വിധേയത്വത്തിൻ്റെ വിഷയത്തിലുണ്ടെങ്കിൽ ദീനിനൊരു മധുരമുണ്ട്, ഇസ്ലാമിനൊരു മധുരമുണ്ട്. ذاق طعم الإيمان من رضي بالله ربا وبالإسلام دينا وبمحمد نبيا. എൻ്റെ റബ്ബ് അല്ലാഹു ആണെന്ന് മനസ്സുകൊണ്ട് പൊരുത്തപ്പെടുകയും മുഹമ്മദ് റസൂലുള്ളാഹി എൻ്റെ റസൂലാണെന്ന് ഖൽബ് കൊണ്ട് പൊരുത്തപ്പെടുകയും ഇസ്ലാം എന്തൊക്കെ നിഷ്കർഷിക്കുന്നുണ്ടോ, ചെയ്യണമെന്ന് പറഞ്ഞോ അത് ചെയ്യാനും, ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കാനും എൻ്റെ മനസ്സിനെ ഞാൻ പാകപ്പെടുത്തിയിരിക്കുന്നുവെന്ന്, എൻ്റെ ഇസ്ലാം എനിക്ക് ഇഷ്ടമാണ് എന്ന് ആരുടെയൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ടോ, ഈ മൂന്ന് വിഷയങ്ങൾ മനസ്സിൽ ഇഷ്ടം തോന്നുകയാണെങ്കിൽ ഈമാൻ, വിശ്വാസത്തിൻ്റെ മധുരം നുണയാൻ അവർക്ക് സാധിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസത്തിനൊരു മധുരമുണ്ട്, ഈമാനിനൊരു മധുരമുണ്ട്, നോമ്പിനൊരു മധുരമുണ്ട്, ഖുർആൻ ഓതുന്നതിന് മധുരമുണ്ട്, മഗ്രിബിൻ്റെ നേരത്തെ തസ്ബീഹിനൊരു മധുരമുണ്ട്, സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് തഹജ്ജുദിനൊരു മധുരമുണ്ട്, മജ്ലിസുൻ നൂറിനൊരു ആനന്ദമുണ്ട്, സ്വലാത്തിൻ്റെ മജ്ലിസുകൾക്ക് എന്തെന്നില്ലാത്തൊരു അത്യാവേശമുണ്ട്. ആ മധുരം അറിയണമെങ്കിൽ അല്ലാഹുവും റസൂലും ദീനും എനിക്ക് പൊരുത്തമാണെന്ന് ഖൽബിൽ ബോധിച്ചവർക്കേ ഉണ്ടാവൂ. സുബ്ഹാനല്ലാഹ്. അത് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്
വലൗ ആമന അഹ്ലുൽ കിതാബി ലകാന ഖൈറൻ ലഹും മിൻഹുമുൽ മുഅ്മിനൂന വഅക്തറുഹുമുൽ ഫാസിഖൂൻ. സത്യവിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഏറ്റവും നല്ല സമൂഹമാണ്. കുൻതും ഖൈറ ഉമ്മ, ഏറ്റവും നല്ല സമൂഹമാണ് നിങ്ങൾ. ഉഖ്രിജത് ലിന്നാസ്, ലോക മനുഷ്യർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന മുസ്ലിമുകളെ നോക്കണേ, അവരെ നോക്കി പഠിക്കണം, അവരന്തസ്സുള്ളവരാണ് എന്ന് മറ്റുള്ളവർ പറയത്തക്ക വിധം അന്തസ്സോടെ ജീവിക്കേണ്ടവരാണ് നിങ്ങൾ. നിങ്ങളും മറ്റുള്ളവരും ഒരുപോലെയാകരുത്. ഖുർആൻ പറയാ, നമ്മളൊരു റോൾ മോഡൽ ആയിട്ടാണ് പടച്ചവൻ നമ്മളെ പറഞ്ഞയച്ചത്. സുബ്ഹാനല്ലാഹ്, വലിയൊരളവോളം ഈ ദീൻ അത് ചെയ്യുന്നുണ്ട്. ഞാൻ കുറ്റപ്പെടുത്താനല്ല ഇത് പറയുന്നത്. കുരുത്തക്കേടൊക്കെ എല്ലാ സമൂഹത്തിലും, എല്ലാ നാട്ടിലും, എല്ലാ കാലഘട്ടങ്ങളിലും കുരുത്തക്കേട് ചെയ്യുന്ന മക്കളുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ അവരേറ്റവും നല്ല സ്വാലിഹ്യങ്ങളായി മാറും ചെയ്യും. ചിലരൊക്കെ ആ യൗവനത്തിൻ്റെ ഒരു പൊട്ടിത്തെറിപ്പിൻ്റെ കാലം കുറച്ച് പൊട്ടിത്തെറിച്ചു പോകും. ഉമ്മയും വാപ്പയൊക്കെ വല്ലാണ്ട് വിഷമിക്കും. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ അതേ മോൻ നന്നായിട്ട് തിരിച്ചു വരും. എന്തേ? വീട്ടിൽ നിന്ന് കിട്ടിയ തർബിയത്തിൻ്റെ ഗുണമാണത്. അള്ളാഹു നമ്മളോട് അരുത്, ചെയ്യരുത് എന്ന് പറഞ്ഞ ഹറാമുകൾ വളരെ കുറച്ചല്ലേ ഉള്ളൂ, വളരെ കുറച്ചുള്ളൂ അല്ലേ? കള്ളുടിക്കരുത്, വ്യഭിചരിക്കരുത്, ഷിർക്ക് ചെയ്യരുത്, പലിശ തിന്നരുത്, കൊടുക്കരുത്, വഞ്ചിക്കരുത്, നുണ പറയരുത്, അപഹരിക്കരുത്, കൊലപാതകം ചെയ്യരുത്, മറ്റുള്ളവരെ ഹനിക്കരുത്, ആരെയും വേദനിപ്പിക്കരുത്. ഈ പറഞ്ഞതൊക്കെ മനുഷ്യർക്ക് ഉപകാരമുള്ള കാര്യങ്ങളല്ലാതെ എന്താണ്? അല്ലേ? നമ്മുടെ ആഘോഷങ്ങള്, മദ്യപാനം മുസ്ലിമീങ്ങൾക്ക് ഹറാമാണ് അല്ലേ? നമ്മൾ മദ്യപിക്കുന്നവരല്ല, മദ്യപിക്കാൻ പാടുള്ളതുമല്ല. പക്ഷെ മദ്യപിക്കാതെ ഒരു എൻജോയ്മെൻ്റ്, ഒരു എൻ്റർടൈൻമെൻ്റ് ഇല്ലാത്ത എത്ര സമൂഹങ്ങൾ ലോകത്തുണ്ട്. അവർക്ക് ചെറിയൊരു പാർട്ടിയാണെങ്കിൽ അവിടെ കുപ്പി പൊട്ടിക്കണം അല്ലേ? അങ്ങനെ അവർക്ക് ആഘോഷിക്കാൻ പറ്റൂ. പക്ഷേ മുസ്ലിമീങ്ങളുടെ ആഘോഷങ്ങളിൽ, ഞാൻ മുസ്ലിം എന്ന് പറഞ്ഞാൽ പടച്ചവന് വിധേയപ്പെട്ട ആൾക്കാണ് മുസ്ലിം. ബലാ മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, those who submit themselves in front of the command of Allah. അള്ളാഹുവിൻ്റെ നിയമത്തിന് വിധേയപ്പെടുന്നവനെയാണ് മുസ്ലിം എന്ന് വിളിക്കുക. പേരിട്ടിട്ട് കാര്യമില്ലല്ലോ. പേരിട്ട മുസ്ലിം ആവുമോ? ഇപ്പം നൈക്കിൻ്റെ ടീഷർട്ടൊക്കെ ഇട്ടാൽ പിന്നെ ഓൻ ആരോഗ്യം ഉണ്ടാവുമോ? നൈക്കിൻ്റെ പാൻറ്റും നൈക്കിയുടെ ഷൂ, നൈക്കിയുടെ ട്രൗസറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുക. ഭയങ്കര സ്പോർട്ട് ചെയ്യാൻ തോന്നാൻ വേണ്ടി ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയും ചെയ്യുന്നില്ല, റണ്ണിങ്ങും ഇല്ല, ജോഗിങ്ങും ഇല്ല, ഫുട്ബോളും ഇല്ല, കളിയില്ല, ജിമ്മും ഇല്ല. നൈക്കിൻ്റെ കുപ്പായങ്ങളൊക്കെ ഇട്ട്, അഡിഡസിൻ്റെ കുപ്പായൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. വല്ല കാര്യമുണ്ടോ? അങ്ങനത്തെ മുസ്ലിമീങ്ങളുണ്ടാവില്ല. കണ്ടാൽ അങ്ങനെയാണ്, പക്ഷേ സംഗതി ഒന്നുമില്ല ഉള്ളിൽ. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ലേബലല്ല വേണ്ടത്, ക്വാളിറ്റിയാണ് വേണ്ടത്. മുസ്ലിമീങ്ങളിൽ മദ്യപാനമില്ലാതെ ആഘോഷിക്കാൻ മനുഷ്യന് സാധിക്കുമെന്ന് മുസ്ലിമീങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു. അതൊരു സത്യമല്ലേ? എങ്ങനെയെന്നറിയോ? ഹറാമായ മദ്യത്തിന് പകരം ഹലാലായ ഇഷ്ടം പോലെ ഭക്ഷ്യവിഭവങ്ങൾ നമ്മുടെ ഷെഫുമാർ കണ്ടെത്തി, നമ്മുടെ വീടുകളിൽ പെണ്ണുങ്ങൾ കണ്ടെത്തി, നമ്മുടെ വിഭവങ്ങളിൽ ഇഷ്ടം പോലെ ഹലാൽ ഭക്ഷണങ്ങൾ നിരത്തി വെച്ചു. പിന്നെ കള്ളിൻ്റെ ആവശ്യമില്ല. കള്ളുടിയന്മാർക്ക് ഇനി എന്ത് നിരത്തി വെച്ചാലും അല്ല കള്ളിനെ പോവുള്ളൂ. അത് കുടിച്ചാൽ പിന്നെ പൂസായി, പിന്നെ ബോധം ഉണ്ടാവില്ല, ഭക്ഷണമൊക്കെ ബാക്കിയാവും ചെയ്യും. ഇത് ബോധമുള്ള മനുഷ്യന്മാർ വന്നിട്ട് രുചികരമായ നല്ല ഹലാൽ ഭക്ഷണങ്ങൾ, എത്ര വലിയ റിസർച്ചുകൾ നടന്നു ലോകത്ത്. ഭക്ഷണങ്ങളുടെ വെറൈറ്റികൾ വന്നത് മുസ്ലിം ഉമ്മത്തുകൾ പ്രതിനിധാനം ചെയ്യുന്ന കൂട്ടായ്മകളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നുമാണ് നല്ല നല്ല ഭക്ഷണങ്ങൾ വന്നിട്ടുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് അള്ളാഹു ചിലത് ഹറാമാക്കിയപ്പോൾ ഹലാലിൻ്റെ വഴികളിലൂടെ നമ്മൾ ശരിക്കാഴത്തിലങ്ങ് ഇറങ്ങിച്ചെന്നപ്പോൾ ഒരുപാട് ഹലാൽ വെറൈറ്റികൾ പടച്ചോ നമുക്ക് കാണിച്ചു തന്നു. അന്തസ്സിൽ നമ്മൾ പരിപാടികൾ നടത്തുന്നില്ലേ? ഇതൊരു നല്ല കാര്യമാണ്. പലിശ പാടില്ല എന്ന് പറഞ്ഞു. അള്ളാഹു പലിശ നിരോധിച്ചപ്പോൾ തൊട്ടിപ്പുറത്ത് പറഞ്ഞ കാര്യം എന്താ? നിങ്ങൾക്ക് കച്ചവടം അള്ളാഹു അനുവദിച്ചിരിക്കുന്നു. ഒരു മുസ്ലിം ഉമ്മത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ കച്ചവടം ചെയ്യുന്നവരാണ്, ബിസിനസ്സുകാരാണ്. പലിശ എന്ന് പറഞ്ഞാൽ ഉള്ള പൈസയെ ഇരട്ടിപ്പിക്കലാണ്. 1000 കൊടുത്തിട്ട് എനിക്ക് 1100 വേണമെന്ന് പറയാം. പൈസ എങ്ങനെയാ സ്വയം പെരുകുന്നത്? പണം പെരുകണമെങ്കിൽ, അല്ലെങ്കിൽ പൈസ വർദ്ധിപ്പിക്കണമെങ്കിൽ, സമ്പത്ത് വർദ്ധിപ്പിക്കണമെങ്കിൽ അവിടെ വർക്ക് വേണം, ക്രിയേറ്റിവിറ്റി വേണം. ഇതാണ് ഇസ്ലാം പറയണത്. എല്ലാവരും 1 കോടി രൂപ കയ്യിൽ വെച്ചിട്ട് ആ 1 കോടി 2 കോടി ആക്കാൻ വേണ്ടി എല്ലാവരും പലിശക്ക് കൊടുത്താൽ ഇവിടെ ആരാ അധ്വാനിക്കുക?
ആരാ ഇവിടെ ജോലിക്ക് പോവുക? ആരാ കച്ചവടം ചെയ്യുക? പൈസ ഒറ്റയ്ക്ക് വളരുമോ? പൈസയായിട്ട് വളരുമോ? ഇല്ലല്ലോ. പൈസയെ സ്വയം വളർത്തുന്ന പരിപാടിയാണ് പലിശ എന്ന് പറയുന്നത്. ഇസ്ലാം അതിനെതിരാണ്. കാശ് കൂട്ടിവെക്കരുത്. സമ്പത്ത് സമ്പന്നന്മാർ അത് ഒരുമിച്ച് കൂട്ടിവെക്കരുത്. സമ്പത്ത് ജനങ്ങളിൽ ഒഴുകണം, സമൂഹത്തിൽ പുരോഗതി ഉണ്ടാവണം, പ്രോഗ്രസ് ഉണ്ടാവണം, ബിസിനസ് ചെയ്യണം. അപ്പോൾ മുസ്ലിമീങ്ങൾ പലിശ പരിപാടി നിർത്തി. അവർ ചെയ്യുന്നില്ല, അവർ കച്ചവടം തുടങ്ങി. നന്നായിട്ട് കച്ചവടം ചെയ്യും. എവിടെ ചെന്നാലും ബിസിനസ് അല്ലേ. ചന്ദ്രനിൽ പോയി ഇറങ്ങിയാലും ചിലപ്പോൾ കടുപ്പത്തിൽ ചായ വേണമെന്ന് ഇപ്പോൾ ചോദിച്ചെന്ന് വന്നേക്കാം. നമ്മൾ അങ്ങനെ അത്രക്ക് ബിസിനസ് ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ട് മാറിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ഈ ബിസിനസ് പൊളിഞ്ഞു എന്ന് വിചാരിക്കുക. ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ. ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തേത് അള്ളാഹുവിന്റെ ഖദറിലും ഖലായിലും വിശ്വസിക്കുന്നവരാണ്. കച്ചവടം ചെയ്ത് പൊളിഞ്ഞു, വീണ്ടും കച്ചവടം ചെയ്യും, വീണ്ടും പൊളിയും, വീണ്ടും അള്ളാഹ് കണക്കാക്കിയാൽ കിട്ടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖദറിൽ വിശ്വസിക്കുന്ന ഒരു നല്ല സംസ്കാരം ഈ ഉമ്മത്ത് ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മളായിട്ട് ഇനി ഇല്ലാണ്ടാക്കരുത്.